ഇസ്രയേലിൽ സൈനിക നിലവാരത്തിലുള്ള നായ്ക്കൾക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ജർമ്മനിയിൽ നിന്നും ഷെപ്പേർഡ് വിഭാഗത്തിൽപ്പെട്ടവയെയും ബെൽജിയത്തിൽ നിന്നും മെലനോസ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളെയുമാണ് ഇപ്പോൾ ഇസ്രയേലികൾ വാങ്ങുന്നത്. ഹമാസ് ഇസ്രയേലിലേക്ക് അതിർത്തി കടന്നു വന്ന് നിരവധി ജൂതന്മാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം ഇസ്രയേലിൽ സുരക്ഷയ്ക്ക് ജൂതന്മാർ കാവൽ നായ്ക്കളെ വാങ്ങുന്ന പ്രവണത കൂടി വരികയാണ്. 2023 ഹമാസ് ഇസ്രയേലിലേക്ക് കയറി വന്ന് ഒരു സംഗീത പരിപാടി ആസ്വദിക്കുകയായിരുന്ന ഇസ്രയേലികളെ ആക്രമിച്ചത്. ഇപ്പോൾ ഇസ്രയേൽ പ്രൊട്ടക്ഷൻ K9 എന്ന കമ്പനി സൈനിക നിലവാരത്തിലുള്ള നായ്ക്കളെയാണ് പരിശീലിപ്പിച്ച ശേഷം വിൽക്കുന്നത്. ആദ്യമൊക്കെ $30,000 വിറ്റിരുന്നത്. എന്നാൽ 2023 ഒക്ടോബർ ഇസ്രയേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം ഈ നായ്ക്കളെ ഇപ്പോൾ $75,000 മുതൽ $1 ലക്ഷം വരെയുള്ള വൻ തുകയ്ക്കാണ് വിൽക്കുന്നത്. ഓർഡർ ആണെങ്കിൽ 100 കണക്കിനാണെന്നാണ് വിവരങ്ങൾ. സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന തരം കാവൽ നായ്ക്കളെയാണ് ഇവർ ഓൺലൈൻ വഴി വിൽക്കുന്നത്. ഇതിനായി ജർമ്മനിയിലും ബെൽജിയത്തിലുമെല്ലാം ഈ കമ്പനിയുടെ ഉടമകളായ ബോംബ്രോഫും ഡെറിയും പോകുന്നു. ജർമ്മനിയിൽ നിന്നും ഷെപ്പേർഡ് വിഭാഗത്തിൽപ്പെട്ടവയെയും ബെൽജിയത്തിൽ നിന്നും മെലനോസ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളെയുമാണ് വാങ്ങുന്നത്. ആയിരങ്ങളെ കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയ IS തലവൻ അബൂബക്കർ ബഗ്ദാദിയുടെ മരണവുമായി ബന്ധപ്പെട്ട് താരമായതും ഒരു നായയാണ്. അമേരിക്കൻ മിലിറ്ററിയുടെ ശ്വാനപ്പടയിൽ അംഗമായിരുന്ന ബെൽജിയൻ മെലനോസ് ഇനം നായയാണ് താരം. വർഷങ്ങളായി അമേരിക്കൻ മിലിറ്ററിയുടെ ഭാഗമായ ഈ ഇനം നായ്ക്കൾ 2011 ഒസാമ ബിൻ ലാദനെ വകവരുത്തിയ ദൗത്യത്തിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. കുരച്ച ബഹളമുണ്ടാക്കാതെ തലയാട്ടിയും മറ്റുമാണ് ഇവ വിവരം കൈമാറുക. പരിശീലനം കഴിഞ്ഞ ഇവയുടെ അടുത്ത ശത്രു എത്തിപ്പെട്ടാൽ കഥ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്കുടമയെ സംരക്ഷിക്കാനുള്ള ത്വരയും കരുത്തും ഈ നായ്ക്കളിലുണ്ട്. ശത്രുക്കളെ കുരച്ചോടിക്കാൻ പ്രത്യേകം ഇവയ്ക്ക് കഴിവുണ്ട്. ഇവയുടെ ശബ്ദവും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ഇവയെ ഇണക്കാൻ 18 മാസത്തെ പരിശീലനം വേണ്ടിവരും. ജനിച്ച ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ നായ്ക്കളെ പരിശീലിപ്പിച്ചു തുടങ്ങും. പലതരത്തിലുള്ള കരസ്പർശം, വിവിധ കാലാവസ്ഥയിലുള്ള പരിശീലനം എന്നിങ്ങനെയാണ് നൽകുക. ഇപ്പോൾ ഇസ്രയേലിലെ ജൂതന്മാർ മാത്രമല്ല, US-ലെയും UK-ലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും താമസിക്കുന്ന ജൂതന്മാർ വരെ സൈനിക നിലവാരമുള്ള കാവൽ നായ്ക്കളെ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ വളർത്തുകയാണ്. കാരണം ജൂതന്മാർക്ക് നേരെയുള്ള ഇസ്ലാമിക ഭീകരരുടെ ആക്രമണം വർദ്ധിച്ചതാണ് ഇതിന് കാരണം. ഗാസയിൽ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം അതിനിടെ തുടരുകയാണ്. പുതിയ വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയാൽ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കാമെന്ന നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ അംഗീകരിച്ച ഇസ്രയേലിന്റെ പിടിയിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയച്ചാൽ പകരം 9 ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് നിലപാട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് ഹമാസ് തീരുമാനം അറിയിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. ഗാസയിൽ കനത്ത ബോംബിംഗ് നടത്തുന്നതിലൂടെ ഹമാസിനെ പ്രതിരോധത്തിലാക്കി ബന്ദികളെ മുഴുവനും മോചിപ്പിക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഗാസയിലേക്ക് അവശ്യ സാധനങ്ങളുമായി പ്രതിദിനം 400 ട്രക്കുകൾ കടത്തിവിടണം. പ്രശ്നബാധിത പ്രദേശത്തു നിന്നും രോഗികളെയും പരിക്കേറ്റവരെയും പുറത്തേക്ക് മാറ്റുന്നത് തടയരുത് എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളും വെടിനിർത്തലിനായി ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ഇസ്രയേൽ തയ്യാറാണെന്നും പകരമായി കൈവശമുള്ള ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ തെളിവും വിശദമായ വിവരങ്ങൾ കൈമാറണം എന്നതാണ് ഇസ്രയേലിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ.